സ്വാഗതം കട്ട് ആൻഡ് റൈറ്റിലേക്ക്. ആഭ്യന്തര തർക്കങ്ങളാൽ കലുഷിതമാണ് കോൺഗ്രസ്. ഞാനോ നീയോ എന്ന മട്ടിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. സത്യത്തിൽ ഈ സർക്കാർ തുടങ്ങിയതേ മൂവര് ചേർന്നാൽ മുറ്റം തൂക്കൂല എന്ന് പറയും പോലെയായിരുന്നു. മുഖ്യനാവാനുള്ള അടി അന്ന് തുടങ്ങിയതാണ് VD പക്ഷം, KC പക്ഷം, അങ്ങനെ പക്ഷം ചേരൽ. ഇപ്പോഴത്തെ KSU VD സതീശൻ അഭിപ്രായ ഭിന്നത വെറും വ്യക്തിപരമായ തർക്കമല്ല. പാർട്ടിക്കുള്ളിലെ തലമുറകളുടെ പ്രതീക്ഷകളും സംഘടനാ പ്രവർത്തന രീതികളും നേതൃത്വ ശൈലിയും സംബന്ധിച്ച ചർച്ചകൾക്ക് ഇത് വഴിവെച്ചിരിക്കുകയാണ്. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം ഉടലെടുത്തത്. ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർമാരുടെ പുതിയ പട്ടികയിൽ മുൻ SFI സംസ്ഥാന നേതാവായിരുന്ന അഡ്വക്കേറ്റ് ജിയോണ ജെയിംസ്, മുൻ ABVP നേതാവും RSS പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് TS ശരത് എന്നിവരെ നിയമിച്ചതാണ് പ്രധാനമായും വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ഇപ്പോഴും ബന്ധമുള്ള ജിയോണ ജെയിംസിനെയും സംഘപരിവാർ പശ്ചാത്തലമുള്ള DS ശരത്തിനെയും സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാരാക്കി UDF സർക്കാർ ഉത്തരവിറക്കിയതിനെതിരെയാണ് KSU ശക്തമായ പ്രതിഷേധം ഉയർത്തിയത്. കഴിഞ്ഞ 10 വർഷമായി പാർട്ടിക്കായി തെരുവിൽ സമരം ചെയ്ത കോൺഗ്രസ് അനുഭാവികളായ അഭിഭാഷകരെ തഴഞ്ഞു എന്നതായിരുന്നു അവരുടെ പരാതി. KSUക്കാരെ തല്ലിച്ചതച്ചവരെ സർക്കാർ സ്ഥാനത്തിരിക്കാൻ അനുവദിക്കില്ലെന്ന് അലോഷ്യസ് പരസ്യമായി പറഞ്ഞെടുത്തതെന്നാണ് ഒരു വലിയ തർക്കത്തിന്റെയും തള്ളിപ്പറച്ചിലിന്റെയും തുടക്കം. പരസ്യ പ്രതികരണത്തോടെ കോൺഗ്രസിൽ അലോഷ്യസ് പക്ഷവും VD പക്ഷവും ഉയർന്നു വന്നു. പ്ലീഡർ നിയമനത്തിൽ KSUവിന് എന്ത് കാര്യമെന്ന മട്ടിലായി മുഖ്യമന്ത്രി. ഇതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി വഷളായി. സമരം ചെയ്തും ജയിലിൽ കിടന്നും പോരാടി വന്ന ഒരു നേതാവിനും KSUവിനെതിരെ സംസാരിക്കാൻ കഴിയില്ലെന്ന് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് തുറന്നടിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളെല്ലാം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നവരാണെന്ന് ഓർക്കണം. KSU എന്നും പാർട്ടിയുടെ തിരുത്തൽ ശക്തിയാണെന്നും അതിന്റെ പ്രസിഡന്റിനെ കാണാതിരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ജനങ്ങളും അണികളും വലിയ പ്രതീക്ഷയോടെ തിരഞ്ഞെടുത്ത സർക്കാരാണെന്ന ബോധ്യം എല്ലാവർക്കും വേണമെന്നായിരുന്നു മാത്യു കുഴൽനാടൻ MLA ഒളിയമ്പ്. മേൽപ്പറഞ്ഞ വിഷയത്തിൽ ചർച്ചയാകാം എന്ന ലൈൻ പിടിച്ച KSU മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി തേടി. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അതൃപ്തി അറിയിക്കുകയായിരുന്നു അലോഷ്യസിന്റെ ലക്ഷ്യം. എന്നാൽ മുഖ്യമന്ത്രി തിരക്കിലായതിനാലും മറ്റ് അസൗകര്യങ്ങൾ ഉള്ളതിനാലും അന്ന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയിരുന്നില്ല. സ്വന്തം പോഷക സംഘടനയുമായി പോലും സംസാരിക്കാൻ സമയമില്ലാത്തത് നമ്മുടെ പൂക്കി മുഖ്യന്റെ ഒരു കുറവല്ലല്ലോ. അത് കാര്യപ്രാപ്തിയുള്ള മുഖ്യന്റെ ഗുണമാണെന്ന് KSU മനസ്സിലാക്കണമായിരുന്നു. എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ KSU പ്രസിഡന്റിനും KPCC ജനറൽ സെക്രട്ടറിക്കും അവസരം നിഷേധിക്കരുത് എന്നും ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾക്ക് കിട്ടുന്ന പരിഗണനയെങ്കിലും അവർ അർഹിക്കുന്നുണ്ട് എന്നും VR അനൂപ് തുറന്നടിച്ചു. ഞങ്ങളൊക്കെ KSUവിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഒരു സ്ഥാനത്തെത്തിയെന്ന് കരുതി പല്ലി അതിന്റെ വാല് മുറിച്ചു കളയുന്നത് പോലെ ഭൂതകാലം മുറിച്ചു കളയാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും ഞങ്ങൾക്കും കഴിയില്ല, അനൂപ് പറഞ്ഞു. അല്ല അനൂപേ, നിങ്ങൾക്ക് തെറ്റി. ഈ പല്ലിക്ക് വാലേ ഇല്ല. ഇതിനിടെ അലോഷ്യസേവരെ ചേർത്ത് പിടിച്ച് ധീരമായി മുന്നോട്ട് പോകണമെന്ന ഉപദേശവും ധീര നിലപാടുകൾക്ക് പ്രശംസയും നൽകി VM സുധീരൻ രക്ഷക വേഷം കെട്ടി. KSUവിനെ വിമർശിച്ച മുഖ്യമന്ത്രി VD സതീഷിനെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണും രംഗത്തെത്തി. വന്ന വഴികളും കൈപിടിച്ച മനുഷ്യരും വെറും ചവിട്ടുപടികൾ മാത്രം. ചെരുപ്പിലെ പൊടിയും അഴുക്കും തട്ടിക്കുടഞ്ഞ് കടന്നു പോകാനുള്ള താൽക്കാലിക ഇടങ്ങൾ മാത്രം. രാജപാതകങ്ങൾക്ക് ചവിട്ടിക്കടന്നു പോകാൻ ശിരസ് കാണിക്കുകയാണ് വിധേയദാസന്റെ ആദ്യ കടമ എന്നർത്ഥം. പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലങ്ങളാണല്ലോ. പറഞ്ഞതെല്ലാം മറക്കാനുള്ളത് മാത്രമാണെന്ന് സാരം. രാഷ്ട്രീയ അൽഷിമേഴ്സ് ബാധിക്കുന്നവർക്ക് പട്ടേലരുടെ സെന്റിന്റെ മണം വിളമ്പുന്ന തൊമ്മിമാർ കൂടിയുണ്ടെങ്കിൽ ന്യായീകരിച്ച് കാലം പൊക്കാം എന്നായിരുന്നു ജിൻഡോ ജോണിന്റെ കുറിപ്പ്. KSUക്കാരെ ക്യാമ്പസിൽ തല്ലുന്നവരെയും തല്ലുന്നതിന് പിന്തുണയ്ക്കുന്നവരെയും ന്യായീകരിക്കാൻ തന്റെ നാവ് പൊന്തില്ല. വീട്ടുകാർ കോൺഗ്രസ് ആയതിന്റെ പേരിൽ കൊടുക്കേണ്ടതല്ല രാഷ്ട്രീയ നിയമനങ്ങളെന്നും ജിൻഡോ കൂട്ടിച്ചേർത്തു. അപ്രഖ്യാപിത അംഗത്വ വിലക്കുള്ള ചില സംവിധാനങ്ങൾ തയ്യാറാക്കുന്ന ലിസ്റ്റുകളിൽ എന്തുകൊണ്ട് ആക്ഷേപകാരണമായ പേരുകൾ കയറിക്കൂടിയെന്ന് പരിശോധിക്കപ്പെടണം. ആരൊക്കെയായിരുന്നു ശുപാർശക്കാർ എന്നും വിവാദ വ്യക്തികളല്ലാതെ മറ്റാരും കഴിവുള്ളവരായി ഉണ്ടായിരുന്നില്ലേ എന്നും ആലോചിക്കണം. പിണറായി ഭരണത്തിന്റെ 10 വർഷങ്ങളിൽ ആ പട്ടേലരുടെ സെന്റിന്റെ മണം മാത്രം ശ്വസിച്ച് കണ്ണടച്ചിരുന്ന SFI അല്ല KSU എന്ന് പഠിപ്പിച്ചവരോടും കരിസ്മാറ്റിക് ക്ലാസുകളോടും കടപ്പാട് എന്നും വൈകാരിക തീവ്രതയോടെ ജിൻഡോ ജോൺ പറഞ്ഞൊപ്പിച്ചു. പക്ഷെ ആര് കേൾക്കാൻ?
കേൾക്കേണ്ടവർക്കൊന്നും അതിന് സമയമില്ലല്ലോ. എല്ലാവരെയും കേൾക്കുക എന്ന ജനാധിപത്യ മര്യാദയൊക്കെ കോൺഗ്രസ് എന്നേ മറന്നു. തന്നെ കാണാൻ ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാലോ, അതിന് യാതൊരുവിധ തടസ്സവുമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ തേവര കോളേജിലെ പരിപാടിക്കിടെ അലോഷ്യസ് മുഖ്യമന്ത്രിക്ക് സമീപം നിൽക്കുന്നത് മാധ്യമങ്ങളിലൊക്കെ കാണിച്ചതാണ്. എന്നിട്ടും മുഖ്യമന്ത്രിയുടെ കണ്ണിൽ മാത്രം പെട്ടില്ല. കാലിന്റെ മുട്ടയിൽ നിന്ന് കാക്ക പറന്നുപോയി എന്ന് പറയും പോലെയുള്ള നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്ന മുഖ്യൻ അത് വി.ഡി. സതീശൻ മാത്രമായിരിക്കുമെന്നാണ് കട്ടൻ റേറ്റിന് തോന്നുന്നത്. ആരെതിർത്താലും RSSകാരെ തങ്ങൾ വിചാരിച്ച ഇടങ്ങളിൽ കുത്തിക്കയറ്റുക, സംഘപരിവാർ എന്ത് പരിപാടി വെച്ചാലും പോയി പങ്കെടുത്ത് വിജയിപ്പിച്ചു കൊടുക്കുക തുടങ്ങി നിരവധിയാണ് പൂക്കി സർക്കാരിന്റെ അജണ്ടകൾ. അത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ കണ്ടതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, സർവകലാശാല VC, പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് തുടങ്ങി സംഘപരിവാറിന് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമോ, എവിടെയെല്ലാം സൗകര്യം ഒരുക്കി കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ഭംഗിയായി സതീശൻജി ചെയ്തു കൊടുക്കുന്നുണ്ട്. തനിക്ക് പങ്കെടുക്കാൻ സമയമില്ലെങ്കിൽ സംഘപരിപാടിക്ക് ആളെ വിടാനും മുഖ്യൻ മറക്കാറില്ല. ഇനി ആരെങ്കിലും എതിരു പറഞ്ഞാൽ മുഖ്യമന്ത്രി അസ്വസ്ഥനാകും. അതോടെ അസ്വസ്ഥനായ മുഖ്യമന്ത്രിയെ ആശ്വസിപ്പിക്കാൻ VD പക്ഷം പറന്നെത്തും. എന്തായാലും ആരോഗ്യകരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ജനാധിപത്യ പാർട്ടിയുടെ ശക്തിയാകാം. പക്ഷേ അവ പരിഹരിക്കപ്പെടാതെ പരസ്യ ഏറ്റുമുട്ടലുകളായി മാറിയാൽ അത് രാഷ്ട്രീയ ദൗർബല്യത്തിന്റെ സൂചനയാകും. KSU ഉയർത്തുന്ന ചോദ്യങ്ങൾ നേതൃത്വത്തിന് ആത്മപരിശോധനയ്ക്കുള്ള അവസരമാണോ അതോ സംഘടനയ്ക്കുള്ളിലെ അച്ചടക്ക പ്രശ്നമാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. ആ തീരുമാനം പാർട്ടിയുടെ ഭാവി രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല. പിന്നെ മറ്റൊന്ന്, KSU എന്നത് ഇന്നലെ പെയ്ത പുതുമഴയിൽ തളിർത്ത ഏതെങ്കിലും തകരയല്ല. കോൺഗ്രസിന് പുതുജീവൻ നൽകുന്നതും തലമുറകളെ വാർത്തെടുക്കുന്നതും KSU പോലുള്ള വിദ്യാർത്ഥി സംഘടനകളാണ്. മാതൃസംഘടനയെ സ്നേഹിക്കുന്നവർക്ക് അതിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമുണ്ട്. അത് അച്ചടക്ക ലംഘനമല്ല, ആത്മപരിശോധനയ്ക്ക് വഴി തുറക്കുന്ന ജനാധിപത്യ ഇടപെടലാണ്. തെറ്റുകൾ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നതിനേക്കാൾ തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നതാണ് യഥാർത്ഥ സംഘടനാ വിശ്വസ്തത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അനേകം ദേശീയ നേതാക്കളെ സമ്മാനിച്ച പാഠശാലയാണ് KSU. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കം നിരവധി നേതാക്കൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നവരാണ്. കാലണ സമരത്തിന്റെ കാലം മുതലേ കേരള രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് KSU. അങ്ങനെയുള്ള KSUവിനെ അധികാരത്തിന്റെ ദന്തഗോപുരത്തിലിരുന്ന് ആക്ഷേപിക്കുന്നത് മലർന്നു കിടന്ന് സ്വയം തുപ്പുന്നതിന് തുല്യമാണ്. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുടപിടിക്കുമെന്ന ചൊല്ല് അന്വർത്ഥമാക്കുകയാണോ? യുവജനങ്ങളുടെ ചോദ്യങ്ങളെ വിമർശനമായി മാത്രം കാണാതെ മുന്നറിയിപ്പായും തിരുത്തലിനുള്ള അവസരമായും കാണാൻ കോൺഗ്രസ് തയ്യാറാകണം. ആ ശബ്ദം കേൾക്കാനുള്ള രാഷ്ട്രീയ പക്വതയാണ് ഇന്ന് പാർട്ടി നേതൃത്വം പ്രകടിപ്പിക്കേണ്ടത്.